ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെയാണ് പരിഗണിക്കുക. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. വിനിത വി ജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ വിനിത. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. സോനം വാങ്ചുക്കിനെ എത്രയും വേഗം മോചിപ്പിക്കണം, ഇതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു അന്ന് അവർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ആ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രയും വേഗം ഈ ഹർജി പരിഗണിക്കണമെന്നും ഒപ്പം തന്നെ സോനം വാങ്ചുക്ക് അറസ്റ്റിലായതിന് പിന്നാലെ അദ്ദേഹവുമായി തനിക്ക് ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തനിക്ക് വലിയ ആശങ്കയുണ്ട് എന്നൊക്കെ അവർ എന്ന ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജി ഉടനടി അത് പരിഗണിക്കണമെന്നും ഗീതാഞ്ജലി ആങ്മോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹർജി നാളെ പരിഗണിക്കുമെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നാളെയിലേക്ക് ഈ ഹർജി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം സോനം വാങ്ചുക്കിന്റെ മോചനം അത് ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. അവർ ഡൽഹിയിലുണ്ട് നിലവിൽ. ഇവിടെ നിരവധി ആളുകളുമൊക്കെയായി അവർ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ സോനം വാങ്ചുക്കിന്റെ മോചനം അത് എത്രയും വേഗം സാധ്യമാകണം, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്രം സ്വീകരിക്കണമെന്നൊക്കെ നേരത്തെ തന്നെ ഗീതാഞ്ജലി ആങ്മോ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം ലഡാക്കിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ കസ്റ്റഡിയിലെടുത്ത അറസ്റ്റ് ചെയ്ത 70 പേരിൽ 30 പേരെ ഇതിനോടകം തന്നെ വിട്ടയച്ചുവെന്നാണ് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള 40 പേരെ കോടതിയുടെ നടപടികൾ അനുസരിച്ച് അവരെ കൂടി വിട്ടയക്കുമെന്നും പറയുന്നുണ്ട്. ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കഴിയൂ എന്നാണ് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇതിനോടകം തന്നെ ഈ ചർച്ചകളിലൂടെ സ്വീകരിച്ച നടപടികളെല്ലാം ലഡാക്കിൽ ഫലം കണ്ടിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ സോനം വാങ്ചുക്കിനെതിരെയുള്ള ആരോപണം ലഡാക്ക് ഭരണകൂടം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഈ ചർച്ചകൾ അട്ടിമറിക്കാൻ സോനം വാങ്ചുക്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്നും നേരത്തെ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സോനം വാങ്ചുക്കിന്റെ മോചനം ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജികൾ നാളെ പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.